ഓക്കെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, നമസ്കാരം. വളരെ മനോഹരമായ ഒരു ഞായറാഴ്ചയുടെ പ്രഭാതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതായാലും 53ാമത്തെ ദിവസത്തിലേക്ക് തുടരുകയാണ് ഡെയിലി വിഷൻ. വളരെ മനോഹരമായ ഒരു വിഷൻ തന്നെയാണത്. എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും എത്രത്തോളം തീവ്രമായ എഫേർട്സ് ഇട്ടിട്ടാണ് ഇത് നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിന്റെ ഭാഗമാകാൻ വേണ്ടി സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇന്നത്തെ ദിവസം ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇൻട്രഡക്ഷനിൽ ജംഷീദ് സാർ പറഞ്ഞതുപോലെ ജീവിതത്തെ കൈപ്പിടിയിൽ ഒതുക്കുക എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. സത്യത്തിൽ ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്ന ടോപ്പിക്കും അതുമായിട്ട് വളരെ നല്ലൊരു ബന്ധമുണ്ട്. ജീവിതത്തെ കൈപ്പിടിയിൽ ഒതുക്കുക എന്നുള്ളത് തന്നെയാണ് ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്ന ഗ്രൗണ്ടിങ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് നമ്മളോട് പറയുന്നത്. എനിക്കിത് കിട്ടിയത് നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു പുസ്തകം, സ്ക്രീനിലേക്ക് നോക്കുക. ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 2020 പുറത്തിറക്കി. അതിന് മുമ്പേ എഴുതിയിട്ട് അതിന്റെ അപ്ഡേറ്റഡ് വേർഷൻ ആണ്. ഡൂയിങ് വാട്ട് മാറ്റേഴ്സ് ഇൻ ടൈംസ് ഓഫ് സ്ട്രെസ് എന്നാണ് ഇല്ലസ്ട്രേറ്റഡ് ഗൈഡ്. ഒരു ചിത്രങ്ങളോട് കൂടിയ ഒരു യൂസർ മാനുവൽ പോലെയുള്ള ഒരു ഗൈഡാണ് അവർ പുറത്തിട്ടുള്ളത്. 121-122 പേജുകളുള്ള ഒരു പുസ്തകം, കൈപ്പുസ്തകം പോലെ. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് നമ്മുടെ മനസ്സിനെ മതിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ചിന്തകളിൽ നിന്ന് പലപ്പോഴും മുക്തരാവാൻ സാധിക്കാതെ പലതരത്തിലുള്ള മാനസിക പ്രയാസവും അതോടനുബന്ധിച്ചിട്ടുള്ള ശാരീരിക പ്രയാസങ്ങളും നേരിടുന്നവർക്ക് ഏറ്റവും എളുപ്പത്തിൽ ജീവിതത്തെ തിരിച്ചു പിടിക്കാനുള്ള, കൈപ്പിടിയിൽ ഒതുക്കാനുള്ള, നേരത്തെ പറഞ്ഞതുപോലെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള മനോഹരമായ ഒരു ടെക്നിക്കാണ് അവർ പറയുന്നത് ഗ്രൗണ്ടിങ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു പേജില് ഒരു വൃക്ഷത്തിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്, ഒരു ഇല്ലുസ്ട്രേറ്റഡ് ചിത്രം കൊടുത്തിട്ടുണ്ട്, ഒരു കാർട്ടൂൺ മോഡലുള്ള ചിത്രം. ആ ചിത്രത്തിന്റെ മുകളില് ശിഖരങ്ങളിലെ കൊമ്പുകളില് ഒരു മനുഷ്യൻ ഇരിക്കുകയാണ്. അതിന് താഴെ പറയുന്നുണ്ട്, കൊടുങ്കാറ്റടിക്കുന്ന സമയത്ത്, നല്ല കാറ്റുണ്ടാകുന്ന സമയത്ത് വൃക്ഷങ്ങളുടെ ശിഖരങ്ങളിലാകുന്ന മനുഷ്യന് ചിലപ്പോൾ അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കാറ്റടിച്ച് വീട് പോകാനുള്ള സാധ്യതയുണ്ട്. വൃക്ഷത്തിന്റെ ശിഖരം പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അവന് സേഫായ ഒരു ലാൻഡിങ്ങിലേക്ക്, ഒരു ഗ്രൗണ്ടിങ്ങിലേക്ക് വന്നാൽ മാത്രമേ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കൂ. അത് തന്നെയാണ് ഗ്രൗണ്ടിങ്ങിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ തത്വം. നമുക്ക് എല്ലാവർക്കും അറിയാം, മനുഷ്യൻ ഇന്ന് നേടിയ എല്ലാ പുരോഗതിയുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് അവന്റെ തലച്ചോറ് കൊണ്ട് വന്ന് നേടിയതാണ്. ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, മെക്കനൈസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എത്രയും ഫ്ലവറിഷ്ഡ് ആയിട്ടുള്ള ഒരു ബ്രെയിനാണ് മനുഷ്യന്റെ ബ്രെയിൻ എന്ന് പറയുന്നത്. നമ്മൾ ഭാവിയെ കുറിച്ച് ചിന്തിക്കും, നമ്മൾ കഴിഞ്ഞ കാലത്തെ കുറിച്ച് ചിന്തിക്കും, ഇന്നത്തെ കുറിച്ച് ചിന്തിക്കുകയൊക്കെ ചെയ്യും. നമ്മളൊരു പ്ലാനിങ് നടത്തുന്ന ജീവിയാണ്. എന്നാൽ പലപ്പോഴും മറ്റു ജീവികൾ ബയോളജിക്കൽ പ്രോഗ്രാമഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ പ്രസന്റിനാണ് ഏറ്റവും പ്രധാനമായിട്ടുണ്ടാകുക. അവരുടെ ജീവിതത്തിൽ ബയോളജിക്കൽ പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഓടിച്ചിട്ട് കിട്ടാത്ത ഒരു മാൻകുട്ടിയെ കുറിച്ച് സങ്കടപ്പെടുന്ന സിംഹമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല എന്ന് തന്നെയായിരിക്കും ചിലപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഉത്തരം. നാളെ അങ്ങനെ ഒരു മാൻകുട്ടിയെ ഓടിച്ചിട്ട് കിട്ടാതെ ആവുമോ ഇന്നലത്തെ അനുഭവം വെച്ചിട്ട് എന്ന് ഒരു സിംഹം ചിന്തിക്കാനും സാധ്യത വളരെ കുറവാണ്. ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഇന്നത്തേതിലേക്ക് ചിന്ത കേന്ദ്രീകരിച്ച് ജീവിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും മനോഹരമായ തത്വം. നമ്മൾ ഇത് തന്നെയാണ് പലപ്പോഴും മൈൻഡ്ഫുൾനെസ്സിൽ പറയാം. മൈൻഡ്ഫുൾനെസ് എന്ന വാക്ക് WHO ഈ പുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പോലും ഞാൻ പറയാൻ വേണ്ടി പോകുന്ന ഗ്രൗണ്ടിങ് എന്ന് പറയുന്ന മെത്തേഡുമായിട്ട് അതിന് ഒരു അഗാധമായ ബന്ധമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഏറ്റവും പ്രധാനമായിട്ടുള്ള വിഷയം, മനുഷ്യനെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെ മഴക്ക് പിടിച്ച കൊട ഇപ്പോഴും നമ്മൾ തുടർന്ന് പിടിക്കുകയാണെങ്കിൽ നമ്മൾ അതിന്റെ ഡിപ്രഷൻ എന്ന് പറയും. ഒരാവശ്യമില്ലാതെ നമ്മൾ അതിനെ കുറിച്ച് തന്നെ വേവലാതിപ്പെട്ടുകൊണ്ടേയിരിക്കുക, ഗ്രഡ്ജ്, ഗിൽട്ട് ഫീലിങ്സ് ഒക്കെ കൊണ്ട് നടക്കുകയാണ്. ഇനി വരാൻ വേണ്ടി പോകുന്ന, അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്ന മഴക്ക് ഇപ്പോഴേ കൊട തുറന്നു വെക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ആൻസൈറ്റി എന്ന് പറയുന്നത്. ഇത് രണ്ടിനിടയിൽ പലപ്പോഴും ഉഴലുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. ഇനി അങ്ങനെ അല്ലെങ്കിലും സാന്ദർഭികമായിട്ടുണ്ടാകുന്ന ചില ഭയങ്ങൾ, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷാ പേടികള്, സ്റ്റേജിൽ കയറാനുള്ള പേടികള്, പെട്ടെന്നുണ്ടാകുന്ന കോപം, ദേഷ്യം, വൈകാരികമായ അവസ്ഥകളെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത അവസ്ഥകൾ, സ്ട്രെസ്, പേടി തോന്നുക, പാനിക് ഉണ്ടാകുക, അറ്റാക്ക് ഉണ്ടാകുക, ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും മനോഹരമായ ഒരു ടെക്നിക്കാണ്. വളരെ സിമ്പിളാണ്, പ്രയോഗത്തിൽ വളരെ സിമ്പിളാണ്. എന്നാൽ അത് നിരന്തരമായി നമ്മുടെ സ്കില്ലിന്റെ ഭാഗമായി, നമ്മുടെ ഹാബിറ്റിന്റെ ഭാഗമായി മാറ്റുമ്പോഴാണ് അത് നമ്മുടെ
സ്കില്ലായിട്ട് മാറുക എന്നത് കൂടി നിങ്ങളൊന്ന് ആലോചിക്കണം. അത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും അതിന്റെ പ്രാധാന്യം വളരെ വലുതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ഞാനിത് പറഞ്ഞു കൊടുത്ത കുട്ടികളൊക്കെ വളരെ മനോഹരമായിട്ട് അത് ഉപയോഗിക്കുകയും പലപ്പോഴും പരീക്ഷാ പേടി പോലുള്ള അവസ്ഥകളിൽ നിന്ന് അവർ മനോഹരമായിട്ട് കടന്നു പോവുകയും രക്ഷപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ള അവസ്ഥകൾ. ഗ്രൗണ്ടിങ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഫീലിങ്സ്, തോട്ട്സ്, ഇമോഷൻസ്, ചിത്രങ്ങൾ ഒക്കെ ഉണ്ടാവും. നമ്മളെ മനസ്സിലേക്ക് പലപ്പോഴായിട്ട് കടന്നു വരുന്ന, നമ്മളെ ഹോണ്ട് ചെയ്യുന്ന, നമ്മളെ വേദനിപ്പിക്കുന്ന, ചിലപ്പോഴൊക്കെ നമ്മൾ കുടഞ്ഞു മാറ്റിയാലും നമ്മളിൽ നിന്ന് മാറിപ്പോവാത്ത, ചിതറിപ്പോവാത്ത, അടർന്നു പോവാത്ത ചില ചിത്രങ്ങൾ ഉണ്ടാവും. അത് രാവിലെയാണ് നമ്മൾ ആ ചിത്രം മനസ്സിലേക്ക് വരുന്നതെങ്കിൽ, ആ ഫീലിങ്സ് നമ്മളെ മനസ്സിലേക്ക് വരുന്നതെങ്കിൽ, ആ അനുഭവത്തെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ നമ്മളെ മനസ്സിലേക്ക് വരുന്നതെങ്കിൽ, ചിലപ്പോൾ ആ ഒരു ദിവസം മുഴുവൻ നമ്മൾ വളരെ മൂടിയായിട്ട്, ഡിപ്രസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ ആങ്സസ് ആയിട്ട് നമുക്ക് കഴിയേണ്ടി വരും. ഇതിനെയാണ് ഏറ്റവും മനോഹരമായിട്ട് WHO പറയുന്നത്. മനോഹരമായിട്ടുള്ള കുറച്ച് ടെക്നിക്കുകൾ. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത്, നിങ്ങളെല്ലാവരും മനസ്സിൽ സങ്കല്പിക്കുക, നമ്മളെ മനസ്സിലേക്ക് നമ്മൾ മുറിവേൽപ്പിക്കുന്ന ഏതെങ്കിലും ഒരു അനുഭവം കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ആ ഇമോഷൻസ്, അതിനനുസരിച്ചുള്ള ഇമോഷൻസ് ആയിരിക്കും, നെഗറ്റീവ് ഇമോഷൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടാകും. നമുക്ക് എല്ലാവർക്കും അറിയാലോ. അതേപോലെ ഏതെങ്കിലും തരത്തിലുള്ള ചിന്തകൾ, നാളെ എന്തെങ്കിലും നടക്കാൻ വേണ്ടി പോകുന്നുണ്ടോ എന്ന വേവലാതി, ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം, സ്റ്റേജ് പെർഫോമൻസ് ഉണ്ട്, ഒരു ക്ലാസ് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വരുമ്പം നമ്മൾ അനുഭവിക്കുന്ന അതിനെ കുറിച്ചിട്ടുള്ള ചിന്തകൾ നമ്മളെ ബാധിക്കും. പ്രസന്റിലേക്ക് തിരിച്ചു വരിക, വീണ്ടും ഫോക്കസ് ചെയ്യുക, പ്രസന്റിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാന തത്വം. അതിന് അവർ പറയുന്നത് സെൻസസിലേക്ക്, നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ, നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മൾ മെസ്സേജ് കൊടുക്കുന്ന, സ്റ്റിമുലേഷൻ കൊടുക്കുന്ന 5 സെൻസുകളുണ്ട്. ആ 5 സെൻസുകളിലേക്ക് അവെയർ ആയിട്ട് തിരിച്ചു വരുന്നതിനെയാണ് റീഫോക്കസ് ചെയ്യുക എന്നാണ് ഗ്രൗണ്ടിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. എനിക്ക് തമാശയായിട്ട് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത്, ചിന്തകളെ നമ്മൾ തടഞ്ഞു നിർത്തിയാൽ, നമുക്ക് വരുന്ന നെഗറ്റീവ് ഇമോഷൻസിനെ, വേദനിപ്പിക്കുന്ന ചിത്രങ്ങളെയൊക്കെ നമ്മൾ തടഞ്ഞു നിർത്തിയാൽ അത് കൂടുതൽ പവർഫുൾ ആവുകയാണ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. തിരമാലകൾ പോലെയാണെന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. തിരമാലകൾ പോലെയാണ് തോട്ടുകൾ, അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. തോട്ടുകളില്ലാത്ത, ചിന്തകളില്ലാത്ത ബ്രെയിൻ ഉണ്ടാവില്ല, തലച്ചോറുണ്ടാവില്ല. പക്ഷെ നമ്മൾ അതിൽ ഏതെങ്കിലും ഒരു ചിന്തയെ നമ്മൾ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചാൽ, മറക്കാൻ ശ്രമിക്കുക നമ്മൾ പറയാറുണ്ടല്ലോ, എത്ര മറക്കാൻ ശ്രമിച്ചിട്ടും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. സത്യത്തിൽ മറക്കാൻ ശ്രമിക്കുന്ന ഓരോ നിമിഷവും, ഓരോ പ്രാവശ്യവും നമ്മൾ ആ ചിന്തയെ കൂടുതൽ മികവാർന്ന, തെളിവാർന്ന തരത്തിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ ഓർമ്മിക്കാനുള്ള ഒരു ടെക്നിക്കാണ് വീണ്ടും വീണ്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എത്ര മറക്കാൻ ശ്രമിച്ചിട്ടും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ പറയുന്നത്. സത്യത്തിൽ ഞാൻ തമാശയായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത്, ഏത് ചിത്രമായിക്കോട്ടെ, ഏത് വേദനിപ്പിക്കുന്ന ഇമേജസ് ആയിക്കോട്ടെ, ചിന്തകളായിക്കോട്ടെ, നിങ്ങൾ അതിനെ ഫസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യും. ഒന്നാമത്തെ പോയിന്റ് അതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. ഏത് ചിത്രമോ, ചിന്തകളോ, ഫീലിങ്സോ, ഇമോഷൻസോ, വേദനകളോ, ഏതോ ആയിക്കോട്ടെ, ഏത് ഓർമ്മകളോ ആയിക്കോട്ടെ, അതിനെ ഒന്നാമതായി നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും, സ്വീകരിക്കും. നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നതാണെങ്കിൽ പോലും, നമ്മളെ വീട്ടിലേക്കാണ് വരുന്നത് എന്ന ചിന്തയോടുകൂടി നമ്മൾ അതിനെ സ്വീകരിക്കുന്നു, പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കുന്നു. വെൽക്കം ദ തോട്ട്, വെൽക്കം ദ ഫീലിംഗ്. അതുണ്ടല്ലോ, അത് വന്നല്ലോ എന്ന ചിന്തയിലേക്ക്, വരുന്നുണ്ടല്ലോ എന്ന ചിന്തയിലേക്ക്, ഒരു അവയർനെസ്സിലേക്ക് നമ്മൾ ആദ്യം നമ്മളെ മനസ്സിനെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ ഇതിനെ നോട്ട് ചെയ്ത് നോക്കണം, വെൽക്കം ദ തോട്ട്, വെൽക്കം ദ ഇമേജ്, വെൽക്കം ദ പിക്ചർ, വെൽക്കം ദ ഫീലിംഗ്, വാട്ട് എവർ ഇറ്റ് ഈസ്. അതിനെ നമ്മളെ സ്വീകരിക്കുക, ആക്സെപ്റ്റ് ചെയ്യും, വെൽക്കം ചെയ്യും, ഓക്കെ, ഇൻവൈറ്റ് ചെയ്യും. അത് വന്നോട്ടെ എന്ന് വിചാരിക്കുക, അതിനെ ആക്സെപ്റ്റ് ചെയ്യും, നമ്മുടെ ഭാഗമാണെന്ന് തിരിച്ചറിയാം. രണ്ടാമതായിട്ടുള്ളത് നമ്മുടെ ബ്രീത്തിങ്ങിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ദിവസം കൊണ്ട് നമുക്ക് പൂർണ്ണമായും നേടിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രാക്ടീസ് അല്ല. പക്ഷെ നിരന്തരമായി നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മുടെ ജീവിതത്തിന്റെ പ്രക്രിയയുടെ ഭാഗമാകും. ഇങ്ങനെയുള്ള തോട്ടുകൾ വരുന്ന നിമിഷം തന്നെ നമ്മളെ തലച്ചോറ് അറിയാതെ തന്നെ പ്രോഗ്രാമഡ് ആയിട്ട് അതിലേക്ക് പോകും. നമ്മൾ വീണ്ടും റീഫോക്കസ്, പ്രസന്റിലേക്ക് വരികയും ചെയ്യും. ഒന്നാമതായിട്ട് ചിന്തകളെ വെൽക്കം ചെയ്യുക. രണ്ടാമതായിട്ട് നമ്മൾ ബ്രീത്തിങ്ങിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും. സാധാരണഗതിയിൽ മെഡിറ്റേഷനിലും നമ്മൾ അതുപോലെ തന്നെ മറ്റുള്ള റിലാക്സേഷൻ ടെക്നിക്കിലും ചെയ്യുന്ന ഡീപ്പ് ബ്രീത്തിങ് ഒന്നും ഇവിടെ വേണമെന്നില്ല. വളരെ ശാന്തമായി,
പാനിക് ആകുന്ന സമയത്ത്, പേടി ഉണ്ടാകുന്ന സമയത്ത്, ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത്, സ്ട്രെസ്ഫുൾ ആകുന്ന സമയത്ത് പൊതുവെ നമ്മുടെ ബ്രീത്തിങ് കുറച്ച് ഫാസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. ആ ഫാസ്റ്റ് ആവുന്നതിനെ ഒന്ന് നോർമലൈസ് ചെയ്യുക, ഒന്ന് സ്ലോ ഡൗൺ ചെയ്യും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഒന്ന് പതുക്കെയാക്കുക. ഒന്ന് പതുക്കെയാക്കുന്നു ഒന്ന് പതുക്കെ സാധാരണ ചെയ്യുന്നതിനേക്കാളും കുറച്ച് സ്ലോ ആയിട്ട് നമ്മൾ ഇതിനെ ഡീപ്പിലേക്ക് പോകേണ്ടതില്ലെങ്കിൽ പോലും ചെയ്യും. ഒന്ന് സ്ലോ ആവും. ബ്രീത്തിങ്ങിലേക്ക് രണ്ടാമതായിട്ട് പറഞ്ഞു, രണ്ടാമത്തെ ടെക്നിക്ക്. മൂന്നാമതായിട്ടുള്ളത് നമ്മുടെ കാൽപാദം എവിടെയാണോ വെച്ചിരിക്കുന്നത് അവിടെ നമ്മൾ അതിനെ ഒന്നുകൂടി അമർത്തി വെക്കുക, നിലത്ത് അമർത്തി വെക്കുക. ഒന്ന് പാറ്റ് ചെയ്യും, സ്റ്റാമ്പ് ചെയ്യും. അപ്പൊ അതിനുണ്ടാകുന്ന സെൻസേഷനെ കുറിച്ച് അവെയറാണ്. എന്റെ കാലുകൾ നിലത്താണ്. അത് മുട്ടുമ്പോഴുണ്ടാകുന്ന, ഇടിക്കുമ്പോഴുണ്ടാകുന്ന, നിലത്ത് ചവിട്ടുമ്പോഴുണ്ടാകുന്ന ശബ്ദം, അതിന്റെ ആ ഒരു സെൻസേഷന്, ആ വൈബ്രേഷന് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. മൂന്നാമതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, നമ്മുടെ എല്ലാവരുടെയും തലച്ചോറിലേക്ക് ഏറ്റവും കൂടുതൽ സ്റ്റിമുലേഷൻ പോകുന്നത് കണ്ണുകളിലൂടെയാണ്. അപ്പൊ ആൾക്കാരുടെ ഓറിയന്റേഷൻ, സെൻഷ്യൽ ഓറിയന്റേഷനിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും കണ്ണുകൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സെൻസ് ഓർഗൻ. അതുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള 5 വസ്തുക്കളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. 5 വസ്തുക്കളിലേക്ക്, സാധാരണ കാണുന്ന, എപ്പോഴും കാണുന്ന ചിത്രങ്ങൾ, ശബ്ദങ്ങൾ, വസ്തുക്കളാണെങ്കിൽ പോലും അതിന്റെ ഡീറ്റെയിൽസിലേക്ക്, അതിന്റെ രൂപത്തിലേക്ക്, ഷേപ്പിലേക്ക്, ടെക്സ്ചറിലേക്ക്, കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന വ്യത്യാസങ്ങളിലേക്ക് ഒരു 5 എണ്ണം നമ്മൾ എണ്ണി പിടിച്ച് ഫോക്കസ് ചെയ്യും. ചുറ്റുമാണ്. ക്ലാസ് റൂമിലാണെങ്കിൽ, വീടുകളിലാണെങ്കിൽ, ബസ്സിലാണെങ്കിൽ, എവിടെയിരുന്നും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. 5 വസ്തുക്കളിലേക്ക്, കണ്ണുകളിലേക്ക് ഫോക്കസ് ചെയ്യും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു 4 വസ്തുക്കൾ ഫോക്കസ് ചെയ്യും. അതിന്റെ ടെക്സ്ചർ, അതിന്റെ ഷേപ്പ്, അതിന്റെ സ്മൂത്ത്നെസ്, അതിന്റെ റഫ്നെസ് ഒക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ ഏത് വസ്തുവാണോ തൊടുന്നത്, സ്വന്തം കയ്യിലുള്ള വാച്ചോ ബെൽറ്റോ വേറെന്തെങ്കിലുമൊക്കെ മൊബൈൽ ഫോണോ എന്തായാലും കുഴപ്പമില്ല, ഒരു 4 വസ്തുക്കളിലേക്ക് നമ്മുടെ കൈകളെ, നമ്മുടെ സെൻസിനെ, ടാക്ടൈൽ സെൻസിനെ നമ്മൾ ഫോക്കസ് ചെയ്യും. 4 എണ്ണം. അപ്പം അടുത്തത് നമ്മളൊരു ചെവിയിലേക്ക് ഫോക്കസ് ചെയ്യും. അടുത്തത് ചെവിയിലേക്ക് ഒരു 3 ശബ്ദം ശ്രദ്ധിച്ച് കേൾക്കുക. 3 ശബ്ദം ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ പറഞ്ഞു, ഒന്നാമതായി നമ്മളെ തോട്ടിനെ വെൽക്കം ചെയ്തു. രണ്ടാമതായിട്ട് നമ്മുടെ ബ്രീത്തിങ്ങിലേക്ക് ഒന്ന് സ്ലോ ഡൗൺ ചെയ്തു. മൂന്നാമതായിട്ട് നമ്മുടെ കാലുകൾ പതിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പതിഞ്ഞിരിക്കുന്ന സ്ഥലത്തെ കുറിച്ചിട്ടുള്ള ഒന്ന് ചവിട്ടി നമ്മൾ അതിന്റെ സെൻസേഷൻ ഫീൽ ചെയ്തു. അതിനുശേഷം കണ്ണുകളിലേക്ക് ഫോക്കസ് ചെയ്തു. 5 കാഴ്ചകൾ, 5 ചിത്രങ്ങൾ അല്ലെങ്കിൽ 5 വസ്തുക്കൾ നമ്മൾ ഫോക്കസ് ചെയ്ത് കണ്ടു. അതിനുശേഷം നമ്മൾ ചെവിയിലേക്ക് 4 വസ്തുക്കളിലേക്ക് നമ്മൾ കൈകളെ ഫോക്കസ് ചെയ്തു. നമ്മൾ കൈകൾ കൊണ്ട് തൊട്ടറിഞ്ഞു, സ്പർശിച്ചു. അതിനുശേഷം 3 ശബ്ദങ്ങളിലേക്ക് നമ്മൾ, അതെന്തിന്റെ ശബ്ദമാണ്? പക്ഷിയുടെ ശബ്ദമാണോ? കാക്കയുടെ ശബ്ദമാണോ? വേറെ എന്തെങ്കിലും വാഹനത്തിന്റെ ശബ്ദം വരുന്നുണ്ടോ? ഇങ്ങനെ ഒരു 3 ശബ്ദങ്ങളിലേക്കെങ്കിലും നമ്മൾ ഫോക്കസ് ചെയ്യും. അതിനുശേഷം നമ്മുടെ മൂക്കിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരിക. മൂക്കിൽ നമ്മൾ എടുക്കാൻ പറ്റുന്ന ഒരു 2 മണം നമ്മൾ അറിയും. 2 മണം. നമ്മളിപ്പം നിൽക്കുന്ന സ്ഥലത്ത് 2 മണമെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ മൂക്കിനെ കൊണ്ട് ഘ്രാണശക്തി ഉപയോഗിച്ചൊന്നും ചെയ്യുന്നില്ല. മൂക്ക് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വായിലേക്കാണ്. ഒരു രുചി, ഇപ്പം നമ്മളെ വായിലുള്ള രുചിയോ നീരിന്റെ രുചിയോ അല്ലെങ്കിൽ നേരത്തെ കഴിച്ച ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിന്റെ രുചിയോ, രുചികരമായ ഭക്ഷണമോ, ഇന്ന് രാവിലെ കഴിച്ചതോ, ഇന്നലെ കഴിച്ചതോ, മിനിഞ്ഞാന്ന് കഴിച്ചതോ, എപ്പോഴാണോ നമ്മൾ ഒരു ഭക്ഷണം കഴിച്ചത് നല്ലതെന്ന് തോന്നുന്നത്, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണത്തിന്റെ രുചിയും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരും, വായിലേക്ക് കൊണ്ടുവരും. അത് അനുഭവിച്ചാൽ ഇങ്ങനെ ആകുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ നേരത്തെ സ്വീകരിച്ചിരുത്തിയ, നമുക്ക് ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ പോലും നമ്മുടെ തോട്ട്, ഫീലിങ്സ്, ഇമോഷൻസ്, ഇമേജസ് ഒക്കെ അതിന് ഫോക്കസ് കിട്ടാതെ അത് അവിടെ തന്നെ ഒരു വെൽക്കം അല്ല അൺവെൽക്കം അതിഥിയെ പോലെ അവിടെ ഇരുന്നിട്ടുണ്ടാവും. നമ്മൾ മറക്കാൻ ശ്രമിച്ചു എന്ന് പലപ്പോഴും പറഞ്ഞ് ഡിഫെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിത്രത്തിന്റെ പ്രാമുഖ്യം നഷ്ടപ്പെടുകയും നമ്മുടെ ജീവിതം നമ്മൾ പ്രസന്റിലേക്ക്, ഇന്നത്തിലേക്ക്, ഇന്ന് ഞാൻ എന്താണ് എന്നതിലേക്ക്, ഈ മൊമെന്റിലേക്ക്, ഇന്നത്തിനേക്കാൾ അപ്പുറത്ത് മൊമെന്റിലേക്ക് നമ്മൾ തിരിച്ചു വരികയും ചെയ്യും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഗ്രൗണ്ടിങ് എന്ന് പറയുന്ന ടെക്നിക്ക്. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, സംക്ഷിപ്തമാക്കുന്നതിന് മുമ്പ്, അവസാനിപ്പിക്കുന്നതിന് മുമ്പ്. ഏറ്റവും പ്രയാസകരമായ ചിന്തകളെ, ടെൻഷനുകളെ, തോട്ടുകളെ, ഫീലിങ്സുകളെ നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി പറ്റുന്നില്ല എങ്കിൽ നമ്മൾ ഒരു കൊടുങ്കാറ്റിൽ പെട്ടുപോയതുപോലെ ചിലപ്പോൾ വീണ് പോയേക്കാമെന്ന് തോന്നുന്ന നിമിഷങ്ങളിലെ ജീവിതത്തെ റീഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടി, പ്രസന്റിലേക്ക്, മൊമെന്ററി ആയിട്ട് നമ്മൾ തിരിച്ചു വരുന്നതിന് വേണ്ടി
നമുക്ക് അവലംബിക്കാൻ വേണ്ടി പറ്റുന്ന, ദിവസേന പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, ആർക്കും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഗ്രൗണ്ടിങ്. അതിന് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ ആ ചിന്തയെ, നമുക്ക് ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ പോലും ആ തോട്ടിനെ, ആ ചിത്രത്തെ, ആ പിക്ചറിനെ നമ്മൾ വെൽക്കം ചെയ്യുന്നു, അതിനെ അത് സ്വീകരിക്കുന്നു. ഞാനിത് കടന്നു പോകുമെന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നു, ഇത് എന്നിൽ നിന്ന് പാസ് ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതിനുശേഷം നമ്മുടെ ബ്രീത്തിങ്ങിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഡീപ്പ് അല്ലെങ്കിൽ പോലും വളരെ സ്ലോലി നമ്മൾ ബ്രീത്ത് ചെയ്യുന്നു, 2 or 3 പ്രാവശ്യം ബ്രീത്ത് ചെയ്യുന്നു. എന്നിട്ട് അതിനുശേഷം നമ്മുടെ കാലുകൾ എവിടെയാണോ അവിടെ നമ്മളൊന്ന് സ്റ്റാമ്പ് ചെയ്യുന്നു, ഒന്ന് ടാറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒന്ന് അടിക്കുന്നു. ആ സെൻസേഷനെ നമ്മൾ ഉൾക്കൊള്ളുന്നു. നമ്മൾ കണ്ണുകളിലേക്ക് തിരിയുന്നു. കണ്ണുകളിൽ നമ്മൾ ഒരു 5 ചിത്രങ്ങൾ അല്ലെങ്കിൽ 5 വസ്തുക്കൾ നമ്മൾ കാണുന്നു. അതിന്റെ ഡീറ്റെയിൽസോടുകൂടി മികവാർന്ന തരത്തിൽ നമ്മൾ അതിനെ ഓരോന്നിനെയും മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിനുശേഷം 4 വസ്തുക്കളെ നമ്മൾ തൊടുന്നു, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ളതോ ഷർട്ടോ പാന്റോ നമ്മുടെ വസ്തുക്കളോ ശരീരമോ നഖമോ ഒക്കെ 4 വസ്തുക്കളെ നമ്മൾ തൊടുന്നു. അതിന്റെ എല്ലാ ഡീറ്റെയിൽസോടും കൂടി നമ്മൾ തൊടുന്നു. അതിനുശേഷം 3 വസ്തുക്കളെ തൊടുന്ന 5 കാഴ്ചകൾ പറഞ്ഞു. 4 വസ്തുക്കളെ തൊടുന്നു എന്ന് പറഞ്ഞു. 3 കേൾവി ശബ്ദം, ചെവിയിൽ കേൾക്കുന്ന 3 ശബ്ദങ്ങളെ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം 2 സ്മെല്ല് നമ്മൾ ആസ്വദിക്കുന്നു എന്ന് പറഞ്ഞു, തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞു. 1 രുചിയും നമ്മൾ ആസ്വദിക്കുന്നു. ഇതിനെ മറ്റൊരു രീതിയിൽ കൂടി പറയാറുണ്ട്, 5, 4, 3, 2, 1 മെത്തേഡ് എന്നുകൂടി വിളിക്കാറുണ്ട്. 5 കാഴ്ചകള്, 4 വസ്തുക്കൾ തൊടുക സ്പർശനം, 3 പിന്നെ ശബ്ദങ്ങള്, 2 മണങ്ങള്, 1 രുചി. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ പിടിച്ചു കൊടുക്കുന്ന പല ചിന്തകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതിൽ നിന്ന് മാറിയിട്ട് നമുക്ക് പ്രസന്റിലേക്ക്, മൊമെന്റിലേക്ക്, ലൈഫിനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കൈപ്പിടിയിൽ ഒതുക്കാവുന്ന, മനസ്സിനെ കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഉള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് വരാൻ വേണ്ടി പറ്റും.